ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ഹാൻഡ്സ്. എല്ലാവർക്കും ഹാപ്പി ഹാൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കേരളത്തിൽ നിന്നും സ്വിറ്റ്സർലാൻഡിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെ പോകാൻ പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ഇമിഗ്രേഷൻ ഇല്ല, എന്തിന് ആധാർ കാർഡ് പോലും വേണ്ട. കയ്യിലൊരു വണ്ടിയും പെട്രോൾ അടിക്കാൻ ഒരല്പം കാശുണ്ടെങ്കിൽ നമുക്ക് ഈ കേരളത്തിൻ്റെ സ്വിറ്റ്സർലാൻഡിലേക്ക് പോവാം. അപ്പം മൂവാറ്റുപുഴയിൽ നിന്നും ഏകദേശം 27 കിലോമീറ്റർ മാറി തട്ടേക്കാട് കുട്ടമ്പുഴ റോട്ടിൽ നമ്മുടെ വഴിയിൽ നല്ല പച്ചപ്പും നല്ല കാറ്റും പിന്നെ വനത്തിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞതാ ഈ സ്പോട്ടിലെത്തും. അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ റീലുകൾക്ക് സ്ഥിരം ജോലിയുള്ള ആ വൈറൽ സ്പോട്ടായ മിനി സ്വിറ്റ്സർലാൻഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ രസകരമായൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. അപ്പോൾ അവസാനം വരെ വീഡിയോ നിങ്ങൾ കാണണേ. അപ്പോൾ നമ്മളിതാ ഈ സ്പോട്ടിലെത്തി കേട്ടോ. ഈ സ്പോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഇവിടെ അറ്റൻഡൻസ് വെക്കേണ്ടത് വളരെ നിർബന്ധമാണോ എന്ന് നമുക്ക് തോന്നും, അത്രയ്ക്ക് ക്രൗഡാണ്. പിന്നെ നമ്മൾ വൈറ്റ് ഷൂസൊക്കെ ഇട്ട് നല്ലൊരു ഹീറോ വൈബിലൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ അത് വേണ്ട. കാരണം നമ്മുടെ വൈറ്റ് ഷൂസിൻ്റെ എഡിഷൻ മാറി ഒരു ബ്രൗൺ എഡിഷനിലേക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. മഴ സമയത്താണെങ്കിൽ ഇവിടെ അത്യാവശ്യം ചെളിയും വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ കാലിലൊക്കെ ചെളി പറ്റാനും ഷൂവിൽ ചെളി പറ്റാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ചെരുപ്പൊക്കെ ഊരി ഈ പച്ച പുല്ലിനകത്തൂടെയൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് കഴുകാൻ പറ്റുന്ന ഒരു ചപ്പലോ ചെരുപ്പോ യൂസ് ചെയ്യുന്നതല്ലേ അതിൻ്റെ ഒരു വൈബ്. ഇത് നല്ലൊരു ഏരിയ ഉണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വന്ന് അല്ലെങ്കിൽ നമ്മുടെ ലവറിനെയൊക്കെ കൊണ്ടുവന്നിരുന്ന് ചുമ്മാ പഞ്ചാര അടിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇതിലൊന്നും പെടാത്ത ചിലരുണ്ടേ, ഇവിടെ വരെ പെട്രോളും കളഞ്ഞ് സമയവും കളഞ്ഞ് നല്ലൊരു ഞായറാഴ്ച ഈ പച്ചപ്പുല്ല് കാണാനാണോ അവിടെ വരെ വന്നത് എന്ന് ചോദിക്കുന്നവരോട് ഈ പച്ചപ്പുല്ലും ഈ ഒരു പച്ചപ്പും ഈ ഒരു കാറ്റും നല്ലൊരു ക്ലൈമറ്റും ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അനുഭവിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ഇവിടെ വന്നാൽ മതി കേട്ടോ. കൂടുതലും ഓഫ് ഡേയ്സിൽ വരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടേതായ ഒരു വൈബ് നമുക്ക് അത്രയ്ക്ക് അങ്ങ് അനുഭവിക്കാൻ പറ്റില്ല. ഇതിലെ പുല്ല് മേഞ്ഞ് നടക്കുന്ന പശുക്കൾക്ക് വരെ എത്ര സമാധാനത്തോട് വേണം അവർ ആ പുല്ലൊക്കെ തിന്നുന്നതെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും കേട്ടോ. അത്രയ്ക്കും ഭയങ്കര പീസ്ഫുള്ളായിട്ടൊരു അറ്റ്മോസ്ഫിയർ. പിള്ളേർക്ക് ഇതുപോലെ വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ള പിള്ളേർക്ക് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ പിള്ളേരെ കൊണ്ടൊക്കെ ഇവിടെ വരുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. ഒത്തിരി കളിക്കാനായിട്ടുള്ള ഏരിയ ഉണ്ട്, അങ്ങനെ പേടിക്കണ്ട, പേരൻസ് കൂടെ ഉണ്ട്. എന്താ പറയുക, ഒരു ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുന്നത് ഇവിടെ കൂടുതൽ നമുക്ക് പിള്ളേരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമേ. ഇതുവരെ ചെളി ചവിട്ടണ്ട, അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി കാലിലൊക്കെ ചെളിയാക്കാത്ത ഞാൻ ഭയങ്കര സേഫായിട്ട് നടന്നു വരുന്നുട്ടെ. കൊച്ചു കാലിൽ ചെളിയാക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, എന്തായി കാണിച്ചു വെച്ചാൽ സൂപ്പറായിട്ടുണ്ട്. ഇനി എൻ്റെ കാല് ഞാൻ കാണിച്ചു തരാവേ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഉണ്ടല്ലോ ചെറിയ തോടൊക്കെ ഉണ്ട്. അപ്പം നമ്മളിതിങ്ങനെ ചാടിക്കടന്ന് അങ്ങോട്ട് പോവാം. ഇതിൻ്റെ മുകളിലേക്ക്, അതായത് ഇതിൻ്റെ കുറച്ച് ഉള്ളിലൂടെ കയറി പോകുമ്പോൾ നമ്മൾ പെരിയാറിൻ്റെ തീരത്തെത്ത്. ഈ വഴി പോകുമ്പോൾ നമ്മൾ ഗ്രിപ്പുള്ള ചെരുപ്പൊക്കെ ഇടുന്നതാണ് നല്ലത്. കാരണം ഇവിടെ 1-2 പേരൊക്കെ തെന്നി വീണിട്ടുണ്ടായിരുന്നു മൺസൂൺ സീസണിൽ. നമുക്കൊരു ഭയങ്കര ഡാർക്കായിട്ടുള്ളൊരു ഏരിയ ആണ് കേട്ടോ. നമ്മൾ ഈ കാവിനകത്തൂടെയൊക്കെ കയറി പോകുന്നൊരു ഫീലില്ലേ, അങ്ങനെ ഒരു ഫീലിൽ
ഇങ്ങനെ ഒരു വനത്തിൽ കൂടെ കയറി പോകുന്ന ഒരു കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ ശരിക്കും ഒരു വനത്തിൻ്റെ ഫീല് തരുന്നൊരു ഏരിയ. അങ്ങനെ നിഗൂഢമായ വനത്തിൽ നിന്ന് ഞാൻ പുറത്തു വരികയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ആ വനത്തിൻ്റെ ഉള്ളേരിയയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കിടക്കുന്ന ഒരു എൻട്രി പോലുള്ളൊരു സ്പേസാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ പെരിയാർ ഒഴുകുന്നതൊക്കെ കാണാൻ പറ്റും. നല്ലൊരു ഗ്രീനറിയും പിന്നെ ഇതുപോലത്തെ നാച്ചുറൽ വ്യൂസ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, അതിൽ കൂടെ ഇങ്ങനെ ബസ് പോകുന്നതും ഇവിടെ നിന്ന് നോക്കുമ്പോൾ അതൊക്കെ നല്ല സൺസെറ്റൊക്കെ വരുന്ന സമയത്ത് അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് നമുക്ക് അത്ര നല്ലൊരു വ്യൂ ഒന്നും കിട്ടിയില്ല. എങ്കിലും പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്ക് ഇത് ഉറപ്പായി ഇഷ്ടപ്പെടുന്നൊരു സ്പോട്ടാണ്. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ശരിക്കും ഇതെല്ലാം മിനി സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന ഇൻസ്റ്റാഗ്രാമിൽ വൈറലായി കാണുന്ന ആ ഒരു സ്പോട്ട് ഈ സ്ഥലത്ത് നിന്നും കുറച്ചും കൂടി ദൂരം മാറി പോകുമ്പോഴാണ് ശരിക്കും മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന സ്ഥലം കറക്റ്റായിട്ടുള്ളൊരു സ്പോട്ട് അതാണ്. ഇതല്ല, നമുക്കിത് അറിയില്ലായിരുന്നു. ഞാനിവിടെ വന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ചെയ്യാനായിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ തപ്പി നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് വേണമല്ലോ വോയിസ് ഓവർ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് അയ്യടാ ഇതല്ല ആ സ്പോട്ട് എന്നുള്ള വിവരം എനിക്ക് മനസ്സിലായത് കേട്ടോ. ഒരുപാട് ഏരിയ ഇങ്ങനെ പിള്ളേർക്ക് ഇതുപോലെ വെള്ളത്തിൽ കളിക്കാനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. കാരണം ഈ മൺസൂൺ സമയത്തായതുകൊണ്ട് മഴ നല്ലപോലെ ഉള്ളപ്പോൾ ഈ പെരിയാറിലെ വെള്ളം കരയിലേക്ക് കുറച്ച് കയറി കിടക്കുമല്ലോ. അപ്പോൾ നമുക്ക് ആ സൈഡിലൊക്കെ നിന്ന് പിള്ളേർക്ക് വെറുതെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. പിന്നെ ഈ വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലത്. നല്ല രീതിയിൽ ചെളിയൊക്കെ ആവും. അപ്പോൾ അതൊക്കെ നോക്കി ഇനി വരുന്നവർ അതൊക്കെ നോക്കിയിട്ടൊക്കെ ചെയ്യാം. ഓക്കെ. ഇനി ചിലരുടെ ചോദ്യമാണ്, പോത്തുപോലെ വളർന്നിട്ടും നിൻ്റെ കുട്ടിക്കളി മാറിയില്ലേന്ന് എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് ഈ തള്ള വൈബ് കളിച്ച് നടക്കാൻ തീരെ താല്പര്യമില്ല. എനിക്ക് കുട്ടികളുമായിട്ട് കൂടുതൽ സമയം ഓടിക്കളിച്ച് അവരുടെ കൂടെയൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പം കുട്ടിക്കളി മാറാത്തത് കൊണ്ടാവാം എനിക്ക് അങ്ങനെയൊക്കെ നടക്കാൻ ഇഷ്ടം. നമ്മൾ വെറുതെ ഈ തള്ള വൈബൊക്കെ കാണിച്ച് ഭയങ്കര ജാടയൊക്കെ ഇട്ട് എന്തിനാ? എൻ്റെ ലൈഫ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനാണ് എനിക്കിഷ്ടം. സോ ആരും ഒന്നും വിചാരിക്കരുത്.
അങ്ങനെ ഇന്നത്തെ വീഡിയോ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ട്വിസ്റ്റ് ഇതായിരുന്നു കേട്ടോ. നമ്മൾ മിനി സ്വിറ്റ്സർലാൻഡ് എന്ന് പറഞ്ഞു വരുന്നത് ഇതല്ല ആ സ്പോട്ട്. അപ്പോൾ ഇനി ഇവിടെ വരുന്നവർക്ക് ഇത് മാറിപ്പോകരുത്. ഞങ്ങൾ നെക്സ്റ്റ് ടൈം മറ്റേ സ്ഥലത്ത് പോയി കറക്റ്റായിട്ടൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ വനം എന്ന് പറഞ്ഞില്ലേ, ഇത് നമ്മൾ തിരിച്ചു പോയപ്പോൾ എടുത്ത് ഷൂട്ട് ചെയ്താണ്. കുറച്ച് ഏരിയ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ എന്താ നിഗൂഢമായൊരു വനത്തിലൂടെ നമ്മളിങ്ങനെ പോയി ഒരു എന്താ പറയുക, ഒരു കാവിനകത്തൂടെയൊക്കെ കയറുന്നൊരു ഫീലില്ലേ, അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.